ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതുസ് കിച്ചൻ. ഇന്ന് എനിക്കിവിടെ തെരണ്ടിയുടെ ഒരു ചെറിയ പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തെരണ്ടി എങ്ങനെ വറുത്തരച്ച് കറി വയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ തെരണ്ടി വറുത്തരച്ച് കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ അരപ്പൊക്കെ നല്ലോണം മിക്സായിട്ട് ചെറുതായിട്ട് തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2-3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി, ഞാനിവിടെ കുടംപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ പറ്റിക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തിളച്ച് കഴിയുമ്പോൾ മീനിൽ നിന്ന് തന്നെ കുറേയൊക്കെ വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാം. അപ്പം നല്ലതുപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട്. പുളിയൊക്കെ നല്ലതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള തെരണ്ടിയുടെ പീസ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീനൊക്കെ പിറക്കിയിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാ പീസും ഒന്ന് വെള്ളത്തിലോട്ടാകുന്ന രീതിയിൽ ഒന്ന് നിരപ്പേ നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കാം. അപ്പം മീനൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ മീൻ വേകുമ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചിരണ്ടി വെച്ചിട്ടുള്ള തേങ്ങയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ കരിഞ്ഞു പോകാതെ തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കുരുമുളകും മുളക് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ അധികം എരിവിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ എല്ലാം ഒരു മിനിമത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടിയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങയുടെയൊക്കെ നിറം മാറി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് മൂക്കാനുണ്ട്. ആ ഒരു വെള്ള നിറമൊക്കെ ഒന്നും കൂടി ഒന്ന് മാറി കിട്ടണം. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമുക്ക് നിറം കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും മൂത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ കുറച്ച് ടൈം കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം മൂത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചട്ടി ഇൻഡാലിയത്തിൽ ചട്ടി ആയതുകൊണ്ട് ഈ ചട്ടിയിലിരുന്ന് കുറച്ചും കൂടി തേങ്ങ മൂത്ത് കിട്ടും. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. തീ ഓഫ് ചെയ്താലും കുറച്ചും കൂടി സമയം ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ചട്ടിയുടെ ചൂട് തന്നെ മതി ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. അതാണ് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ ഏകദേശം ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അല്ല, നമ്മൾ ഓഫ് ചെയ്തതിനെക്കാട്ടി നല്ലൊരു കളറ് നമ്മുടെ തേങ്ങയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് അരച്ചാൽ നമ്മുടെ തേങ്ങയുടെ നിറം മാറിപ്പോവും, കറിക്ക് നല്ലൊരു കളറ് കിട്ടില്ല. അതാണ് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നമ്മൾ അരയ്ക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരച്ച് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. തേങ്ങയുടെ അകത്ത് തന്നെ നെയ്യ് ഇറങ്ങി വന്നാണ് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കണം.
അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ തിളച്ച് വെന്ത് പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം അരപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2-3 ടേബിൾ സ്പൂണോളം ഞാൻ മാറ്റി വെച്ചിട്ട് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി വെള്ളം ഒഴിക്കുന്നുണ്ട്. ചെറിയൊരു ചൂടുവെള്ളത്തിലൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. അധികം ചാറിൻ്റെ ആവശ്യമില്ല. ഈ കറി ഒരു കുറുകിയൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പും പുളിയൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് നെയ്യ് തിരിയാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. വേറൊരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കൊല്ലമുളക് കീറിയതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി വട്ടത്തിലരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി തിരണ്ടി വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.